ഒട്ടും ഇഷ്ടമില്ലാണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ ജോയിൻ ചെയ്ത ഒരാളായിരുന്നു ഞാൻ. അന്ന് 4 വർഷങ്ങൾക്ക് മുമ്പ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറാനായിട്ടുള്ള എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. എബ്രോഡ് സ്റ്റഡീസ്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ, കുറേ കാര്യങ്ങൾ. ഒന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ വർഷങ്ങൾ കഴിയുന്തോറും ഈ ജോലിയിൽ എനിക്ക് അതിലുള്ള പ്രാഗൽഭ്യം കൂടി വന്നുകൊണ്ടേയിരുന്നു. ആദ്യത്തെ വർഷം ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പിന്നീട് റെക്ടിഫൈ ചെയ്തിട്ട് 2ാമത്തെ വർഷത്തിലേക്ക് ഞാൻ എത്തി. അവിടുന്ന് 3-4 വർഷം കുറച്ചുകൂടെ ഞാൻ എൻ്റെ ജോലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു. ഞാൻ കുറച്ചുകൂടെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് എനിക്ക് മനസ്സിലായത്, ഞാനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ലക്ഷറീസും അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ, അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന എല്ലാം, അതിപ്പോൾ ഡ്രസ്സിൻ്റെ രൂപത്തിലാണെങ്കിലും ഞാൻ വാങ്ങിക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ എല്ലാം, നമ്മൾ വീട്ടിലേക്ക് കൊടുക്കുന്ന പൈസ അടക്കം കിട്ടാൻ കാരണമായത് ഈ ഒരു തൊഴിലാണ്. ഇതെനിക്ക് തന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാനൊരു ഐ ടിയുടെ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ കൂടി എനിക്ക് ഇൻഫോ പാർക്ക് എന്നുള്ള വലിയൊരു സെക്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കുറേ അധികം സ്ഥലങ്ങളിൽ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് നേടിത്തന്നതും ഈ ഒരു തൊഴിലാണ്. മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് എനിക്ക് ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് തന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കിനും ദൈവത്തിനോട് ഒരുപാട് നന്ദി. ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചു. ഞാൻ അതിൽ നിന്ന് പുറകോട്ട് മാറിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നേരം വരെ ബൈ.